വാട്സപ്പ് യൂട്യൂബ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സൈലൻറ്റ് വാലി ട്രിപ്പിലെ രണ്ടാം ഭാഗമാണ്. കാരണം എനിക്ക് എല്ലാ വിഷ്വൽസും നിങ്ങളെ കാണിക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. ഗൈസ്, നമ്മളങ്ങനെ സൈലൻറ്റ് വാലിയിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സൈലൻറ്റ് വാലിയിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ സൈലൻറ്റ് വാലി ഇവിടെ നിന്നൊരു 26 കിലോമീറ്ററോളം ഉണ്ട്. 26 കിലോമീറ്ററിൽ 23 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ നമ്മൾ സൈലൻറ്റ് വാലി എത്തത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഉൾക്കാടുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും നമുക്ക് ഫ്രണ്ടിലുള്ളത്. നല്ല നല്ല മരങ്ങളും നല്ല മഴ തോർന്ന് നല്ല ഗ്രീനറി ആയിട്ടിരിക്കുന്ന ഒരു കാടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. വളരെ ഭംഗിയായിരുന്നു ഗൈസ് ആ യാത്ര. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. റോഡെല്ലാം വളരെ നല്ല കോൺക്രീറ്റ് ചെയ്ത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുവഴി നമുക്ക് ഫോറസ്റ്റിൻ്റെ ജീപ്പും വാനും മാത്രമേ അലൗഡ് ഉള്ളൂ. അല്ലാതെ പബ്ലിക് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് അങ്ങനെ ഒരു സർവീസും ഇതിൻ്റെ അകത്തില്ല. പിന്നെ ഇവിടെ കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് പ്രൈവറ്റായിട്ടുള്ള വെഹിക്കിൾസും പിന്നെ ഫോറസ്റ്റിൻ്റെ വെഹിക്കിൾസും മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഈ ഏരിയയിൽ ചുറ്റിപ്പറ്റി താമസിക്കുന്നവരാണ് ഗൈസ്. ഇവിടെ ഒരു 14 ഊരുണ്ടെന്നാണ് നമുക്ക് ഈ ഡ്രൈവർ പറഞ്ഞ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവിടെ ഉള്ളവർ ഗവൺമെൻറ് ഇവിടെ ഇവർക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട് കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ഇവർ തേൻ, പിന്നെ കുരുമുളക്, പിന്നെ കാപ്പി, പിന്നെ കുന്തിരിക്കം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃഷി ചെയ്യും. അത് നമുക്ക് വിൽക്കുകയും അങ്ങനെയാണ് ഇവരുടെ ഉപജീവന മാർഗം ആക്കുന്നത്. പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായിരുന്നു. നമുക്ക് കാഴ്ചകൾ കണ്ട് പോകാം. ഗൈസ്, ഇവിടെ അങ്ങനെ സീസൺ ടൈമായിട്ടൊന്നുമില്ല. ഇവിടെ എപ്പോഴും ആൾക്കാർക്ക് വരാം. ഇവിടെ എല്ലാ വീക്കെൻഡിലും തിരക്കുണ്ട്. അല്ലാതെ ഇവിടെ ഒരു പർട്ടിക്കുലർ സീസൺ ടൈമായിട്ടൊന്നുമില്ല. നമുക്ക് എപ്പോൾ വന്നാലും നമുക്കിവിടെ ആക്സസ് ഉണ്ട്. പക്ഷേ 2 മണി വരെ മാത്രമേ നമുക്ക് പ്രവേശന സമയമുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വരിക. മണ്ണാർക്കാട് വരെ ബസ്സസും ഉണ്ട് ഗൈസ്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ മുക്കാലി വരെ തന്നെ നമുക്ക് ബസ് സർവീസ് ഉണ്ട്. നമുക്ക് KSRTC തന്നെ സർവീസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി വരിക. പിന്നെ മുക്കാലി നമുക്ക് ജീപ്പ് എടുത്ത് സൈലൻറ്റ് വാലി നമുക്ക് വിസിറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ ഇവിടെയുള്ള ഡ്രൈവേഴ്സ് തന്നെയാണ് ഗൈസ് ഇവിടുത്തെ ഗൈഡും. അവർ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഗൈസ് ഇത് വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കങ്ങനെ ആനിമൽ സ്പോട്ടിംഗ് ഒന്നും കിട്ടില്ല. പിന്നെ മലയണ്ണാനും സിംഹവാലൻ, കുരങ്ങനെയൊക്കെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. കാരണം മഴ തോർന്നു നിൽക്കുന്ന സമയമായിരുന്നു. ഇതൊരു പ്ലാവാണ്. 200 വർഷം ഇതിന് പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഗൈഡ്. 200 വർഷം പഴക്കമുള്ളൊരു പ്ലാവാണ്. കണ്ടു, ഇതിൻ്റെ വണ്ണം കണ്ടു. പോകുന്ന വഴിക്ക് മഴക്കാലം കൂടെ ആയതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് ഗൈസ്. അപ്പോൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക, വഴുക്കലുണ്ട്. പിന്നെ സാനിറ്റൈസറും കരുതുക ഗൈസ്, ഇല്ലെങ്കിൽ അട്ട കടിക്കും. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ സൈലൻറ്റ് വാലിയിലായിട്ടുള്ള മെയിൻ എൻട്രൻസിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് നമുക്കൊരു 3 കിലോമീറ്ററോളം ഉണ്ട് മെയിൻ സൈലൻറ്റ് വാലിയുടെ ആ ഒരു ഫോട്ടോ പോയിൻറ്റിൻ്റോട്ട് എത്താനായിട്ട്. നല്ല ഭംഗിയുണ്ട് ഗൈസ് ഇതുവരെയുള്ള യാത്ര. നമുക്ക് വൺസ് ഇൻ ലൈഫ് ടൈം എങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു യാത്രയാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഡ്രൈവർ വളരെ സപ്പോർട്ടായിരുന്നു. നമുക്ക് നിർത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരികയും നല്ല നല്ല ഫോട്ടോസ് എടുത്ത് തരികയൊക്കെ ചെയ്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഡ്രൈവേഴ്സ് എല്ലാം. നമ്മൾ സൈലൻറ്റ് വാലിയിൽ എത്തിയിരിക്കുകയാണ്. നമുക്കൊരു ഫോട്ടോ ഷോപ്പ് കാണാൻ വേണ്ടി പോവുകയായിരുന്നു. കണ്ട ഗൈസ്, നമ്മൾ കുറേ വൃക്ഷങ്ങളും പിന്നെ മലയണ്ണാനും പിന്നെ കാടിൻ്റെ ഭംഗി ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിനിയിപ്പം നേരെ കുന്തിപ്പുഴ കാണണം. പിന്നെ കുന്തിപ്പുഴ കാണണം ഗൈസ്. പിന്നെ ഫോട്ടോഷോപ്പിൽ പോകുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വാച്ച് സ്റ്റോറുണ്ട്, 100 അടി പൊക്കമുള്ള വാച്ച് സ്റ്റോർ. അതിൻ്റെ മുകളിൽ നോക്കി നമുക്ക് സൈലൻറ്റ് വാലി ഫുൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഒരു ഉച്ച വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 മണി വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 1 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വേണം പോകാനായിട്ട്. കണ്ടു കഴിച്ചു കൊടുത്ത കാഴ്ചകൾ. പാലം
ഇവിടെ നിന്ന് താഴെ ഫോട്ടോഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് കുന്തിപ്പുഴ വരെ അവിടെ പോകണമെങ്കിൽ നമുക്ക് 1.5 കിലോമീറ്റർ നടക്കുന്നുണ്ട്. 2 ഭാഗം കൂടെ 3 കിലോമീറ്റർ നടക്കുന്നുണ്ട്. 3 കിലോമീറ്റർ നടക്കാനുണ്ട്. അത് കൂടാതെ നമുക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ വരുന്നവർ സാനിറ്റൈസറും റെയിൻകോട്ടോ കുടയോ ഒക്കെ കരുതി വേണം വരിക. കാരണം ഇവിടെ മിനിറ്റിന് ആണ് കാലാവസ്ഥ മാറുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ദയവേത് ശ്രദ്ധിച്ച് വരിക. ഇങ്ങനെയുള്ള പാതകളാണ്. നമ്മളിപ്പം ഒരു ചായ സമയമായില്ല. ഇതാകട്ടെ, ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെയാണ് ചായ കുടിക്കാൻ ചായ. ഹലോ ഗൈസ്, ചായയും എലിയപ്പവും പപ്സ് ബട്ടർ ബൺ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ. എനിക്കത് മതി. രാവിലെ പുട്ട് കടലക്കറി. അപ്പം കുന്തിപ്പുഴയിലോട്ട് പോവുകയാണ്. അത് കഴിച്ചത് ആ ഒരു സൈഡിലാണ് കഴിച്ചത്. അത് കാണിച്ചില്ല. അപ്പം കുന്തിപ്പുഴയിലോട്ട് നടക്കുന്ന പാത ദുർഘടം പിടിച്ച മോശം വഴികളാണ് പോണത്. പക്ഷേ എന്നാലും ഇതിനൊരു വൈബുണ്ട്. സൈലൻ്റ് വാലിയുടെ അർത്ഥമെന്ന് വെച്ചാൽ ഗൈസ് ചീവീലുകളുടെ സൗണ്ട് ഇല്ലാത്ത സ്ഥലം എന്നാണ് സൈലൻ്റ് വാലിനെ അറിയപ്പെടുന്നത്. മാത്രമല്ല പാലക്കാടിൻ്റെ ഇങ്ങേറ്റവും നിൽക്കുന്നൊരു സ്ഥലമാണ് സൈലൻ്റ് വാലി. ഇതിപ്പോൾ കാടിൻ്റെ ഭാഗമാണ്. കറക്റ്റ് കാടിൻ്റെ ഭാഗമാണ്. മഴയായതുകൊണ്ട് നമുക്ക് മൃഗങ്ങളൊന്നും സ്പോട്ട് ചെയ്യാനായിട്ട് അൺഫോർച്ചുനേറ്റ്ലി പറ്റില്ല. പക്ഷെ നല്ല വെയിലുണ്ട് ഗൈസ്. സൈലൻ്റ് വാലി വന്നിട്ടൊരു മിനിമം മഴയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടിയപ്പോൾ മൃഗം കാണാം. നോക്കാം. പോകുന്ന വഴി കാണിച്ച് നമുക്ക് പോകാം. എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് റേഞ്ചില്ല ഗൈസ്. ഒരു സെങ്ങനെ റേഞ്ചില്ല. അതുകൊണ്ട് ആരും നമ്മൾ വിളിക്കുകയില്ല, എന്താണെന്ന് അറിയില്ല. പുറകിലോട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലം. അത് നമ്മൾ 10-15 കിലോമീറ്ററിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 5-6 മണിക്കൂറത്തേക്ക് നമുക്ക് പുറലോകമായിട്ട് ഒരു ബന്ധം കാണിക്കുക ഗൈസ്. ഇതാണ് പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്കാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. എവിടെയോ നല്ലൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. ഇവിടെ അങ്ങനെ മൃഗങ്ങളൊന്നും കാണാനില്ല. വരയാടിനൊന്നും കണ്ടില്ല. നമ്മളിത് എന്ത് പറയാം, മറ്റേ എന്തോന്ന് മലയാണ്ണനെ കണ്ട്, അല്ലാതെ വേറെ ഒന്നിനെ കണ്ടൊന്നുമില്ല. എനിക്ക് പിന്നെ 1.5 കിലോമീറ്ററാണ് നടക്കേ. എന്താ വെള്ളം കണ്ട മുഴുവൻ കണ്ട ഗൈസ്. ഈ സൈലൻ്റ് വാലി നമ്മൾ ഒരിക്കൽ മനസ്സിനെ ലൈഫ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് നമ്മുടെ കേരളത്തിലെ കോർ ഭംഗി നമുക്ക് കാണാനായിട്ടാണെങ്കിൽ നമ്മൾ പാലക്കാട് ജില്ലയിലെ സൈലൻ്റ് വാലി കാരണം അത്രയധികം ഭംഗിയുണ്ട്. എക്സൈറ്റ് കാട്, കാട്. നമുക്ക് ഇപ്പോൾ ടീ ഷോപ്പിങ്ങൊക്കെ ചെയ്യും. ഇവിടെയുള്ള ആൾക്കാർ പല ഇങ്ങനെ തേന്, പിന്നെ അട്ടപ്പാടിയിൽ അപ്പോൾ ഉണ്ടാക്കുന്ന തേയില, അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് വീഡിയോയിൽ. ഗൈസ്, അങ്ങനെ നമ്മൾ കുന്തിപ്പുഴയിലോട്ട് എത്തിയിരിക്കുകയാണ്. നമുക്ക് വലിയ കാഴ്ചകളൊന്നും സത്യം പറഞ്ഞാൽ കാണാനായിട്ട് പറ്റില്ല ഗൈസ്. നമ്മൾ 1.5 കിലോമീറ്റർ നടന്നത് ഈ ഒഴുക്ക് കാണാൻ മാത്രമായി എന്ന് തോന്നിപ്പോയി. കാരണം വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല കുന്തിപ്പുഴയിൽ. കാരണം അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അവിടെ തൂക്കുപാലം 2018 വെള്ളപ്പൊക്കത്തിൽ ഇടിഞ്ഞു പോയതുകൊണ്ട് അവിടെ പുതിയൊരു തൂക്കുപാലം നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ സാധനങ്ങളെല്ലാം ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ കാഴ്ചകൾ കാണാൻ പറ്റിയില്ല ഗൈസ് കുന്തിപ്പുഴയിൽ പോയപ്പം. പക്ഷേ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം അടിപൊളിയായിരുന്നു. കുന്തിപ്പുഴയിലോട്ട് വരുന്ന വഴിയിൽ നമ്മൾ വളരെയധികം മനോഹരമായിട്ടുള്ള കാടിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിച്ച് തന്നെയാണ്. ഗൈസ്, നമ്മളങ്ങനെ കുന്തിപ്പുഴ കണ്ടിറങ്ങി ഇനി നമ്മൾ വാച്ച് ടവർ കാണാൻ വേണ്ടി പോവുകയാണ്.
കോടാറുണ്ടോ? കോട വരുന്നത് അല്ലെങ്കിൽ സിഗരറ്റ് അടിച്ചത് പെട്ടെന്നൊരു പുക വന്നിട്ട് പോയി എന്തോ. അങ്ങനെ നമ്മൾ തളർന്നില്ല, എന്നാലും ഒരു കിതപ്പ് സിപ്പ് കൊണ്ട നല്ല ശല്യം. നല്ല കിരീടം പോലെ ഇരിക്കുന്നു. എന്താ അല്ല, അതെല്ലാം വരുന്ന വഴിക്ക് കിട്ടി. ഗൈസ്, ഇതാണ് നമ്മുടെ വാച്ച് ടവർ. 100 അടി പൊക്കമുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അന്യമായിരിക്കും. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരട്ടെ ഗൈസ്. കോടയിൽ മുങ്ങി നിൽക്കുന്ന വാച്ച് ടവർ കണ്ടോ? എൻ്റെ മുകളിൽ നിന്ന് ഒരു വ്യൂ കിട്ടൂല, പക്ഷെ എന്നാലും അതിമനോഹരമായിരിക്കുന്നു. കോടയിൽ മുങ്ങി നിൽക്കുകയായിരുന്നു ഗൈസ്. ഇത് 1 ടൈമെങ്കിലും നമ്മളൊന്ന് കാരണം ഇത് ഓൾമോസ്റ്റ് 100 ഫീറ്റോളം ഉണ്ട്. കണ്ടോ? 100 ഫീറ്റോളം വരുന്നുണ്ട്. 12 പേർക്ക് ഒരേ സമയത്ത് കയറാൻ പറ്റുമോ? അങ്ങനെയുണ്ട്. പ്രയാസമുള്ളവർ നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറുന്നത് അത്രയും പ്രയാസമാണ്, എന്നാലും കയറാൻ മൈൻഡ് ഉണ്ടെങ്കിൽ കയറുക ഗൈസ്. അത്രയും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരിക്കും കിട്ടുന്നത് ഗൈസ്. ഇങ്ങനെയുള്ള വഴികളാണ് എൻ്റെ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ ഒരു നിലയിലെത്തും. ഒരു നിലയിലെത്തുമ്പോൾ ഇതാണ് വ്യൂ. ഇറങ്ങി അല്ലെ കയറല്ലോ ഇപ്പോൾ. മിസ്സായി കോട. കൊള്ളാം, ഒന്നും ഇല്ലായിരുന്നു. ഗൈസ്, ഇങ്ങനത്തെ സ്റ്റെപ്പാണ് നമുക്ക് വാച്ച് ടവറിൽ കയറുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓരോ ലെവലിൽ നമുക്ക് വ്യൂ ആസ്വദിക്കാനായിട്ട് പറ്റും. നമുക്ക് 100 ഫീറ്റ് വരെ എത്തണം എന്നില്ല. നമുക്ക് 25, 50, 75 അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഓരോ ലെവലിനനുസരിച്ച് വ്യൂ ആസ്വദിക്കാനായിട്ട് പറ്റും. വളരെ ഭംഗിയായിരുന്നു ഗൈസ്. ഇതിൻ്റെ മുകളിൽ എത്തിയപ്പം കയറിയ സമയത്ത് കോടയായിരുന്നെങ്കിലും കുറച്ച് നമ്മൾ കയറി വരുമ്പോൾ കോടയുടെ ഒരു ഇതങ്ങ് മാറി വ്യൂ ക്ലിയറായി വരുന്നുണ്ടായിരുന്നു. അത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും വളരെ ഭംഗിയായിരുന്നു ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കണ്ട കാഴ്ചകൾ. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഫുൾ ഏരിയ ഈ സൈലൻറ്റ് വാലിയുടെ ഫുൾ ഏരിയ നമുക്ക് 360 വ്യൂവിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. കുന്തിപ്പുഴയും പിന്നെ ആ വന്ന വഴികളെല്ലാം ഇതുവഴി തന്നെ കാണാൻ പറ്റും. കുന്തിപ്പുഴയുടെ ഒറിജിൻ നമ്മൾ നിൽക്കുന്നതിന് 20 കിലോമീറ്റർ അപ്പുറമാണ് ഗൈസ്. അവിടെ നിന്നാണ് കുന്തിപ്പുഴ ഉത്ഭവിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കുന്തിപ്പുഴ ഒഴുകി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വളരെ ഭംഗിയായിരുന്നു ഗൈസ് കാഴ്ചകൾ. അങ്ങനെ നമ്മൾ സൈലൻറ്റ് വാലി യാത്ര കഴിഞ്ഞ് നമ്മൾ വന്ന എൻട്രൻസ് വഴി തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് ഗൈസ്. നല്ല ആസ്വദിച്ചൊരു യാത്രയായിരുന്നു ആക്ച്വലി. അത് ശിവരാന എക്കോ പോയിൻ്റാണ്. ഇവിടെ നമുക്ക് ഉള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇവർ തന്നെ ഇവിടെ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളായിരിക്കും ഗൈസ്. നമുക്ക് എല്ലാവരും കയറി നോക്കും. ഗൈസ് അവിടെ നിന്ന് തേയില ഇത്രയും സാധനം ഞാൻ മേടിച്ചു ഗൈസ്. ഹണി വാങ്ങിച്ച് ഒരു ബോക്സ് 250 രൂപയാണ് ഹണി. പിന്നെ കുരുമുളക് മേടിച്ച്, പിന്നെ മറ്റേ കരിങ്ങാലി മേടിച്ചായിരുന്നു, പിന്നെ ഒരു തേയില മേടിച്ച്. എല്ലാം കൂടെ 380 480 രൂപയായി ഗൈസ്. 100 ഗ്രാമിനാണ്, 1 ഗ്രാമിന് 1 രൂപ വെച്ച് തേയിലയ്ക്ക്. അത്യാവശ്യം വില ഉണ്ട്, എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്ന സാധനമല്ലേ. അപ്പം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിലുണ്ടാകുന്ന സാധനമാണെന്ന്. വേറെ സംശയിക്കാമെന്നില്ല. അപ്പം നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുക ഗൈസ്. നമ്മളങ്ങനെ കാഞ്ഞിരമ്പുഴ എത്തിയിരിക്കുകയാണ് ഗൈസ്. കാഞ്ഞിരമ്പുഴ നമ്മുടെ ഈ പാക്കേജ് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം തന്നെയാണ് ഈ കാഞ്ഞിരമ്പുഴ. ഇതൊരു ഈവനിങ് സ്പോട്ടാണ് ഗൈസ്. നമ്മുടെ
ശംഖുമുഖം, മാനവീയം, മറൈൻ ഡ്രൈവ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഈവനിങ് സ്പോട്ടാണ്. വൈകിട്ട് നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ. നല്ല രീതിയിൽ പുല്ലൊക്കെ വെച്ച് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് നല്ലൊരു വൈബായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. നല്ല കാറ്റും നല്ല തണലും ഒക്കെ ആയിരുന്നു. നമുക്ക് കുറേ സമയം ഇവിടെ നിന്ന് നമുക്ക് ഈ ഡാമിൻ്റെ ഒരു സൈറ്റ് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുമായിരുന്നു. നല്ലൊരു ഭംഗിയുള്ളൊരു ഡാം സൈറ്റ് തന്നെയാണ് കാഞ്ഞിരപ്പുഴ ഡാം. ആനയെ കണ്ടോ ഗൈസ്? നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ള ആന. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പ് കയറി വേണം ഗൈസ് നമുക്ക് കാഞ്ഞിരപ്പുഴ ഡാം കാണാനായിട്ട് പോകേണ്ടത്. വലിയ പാടൊന്നുമില്ല. നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ തന്നെ വളരെ ഭംഗിയുള്ളൊരു മലയും ആ മലയുടെ ഒരു വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിച്ച് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയായിരുന്നു ഗൈസ് ഇതുവഴി ഡാമിലോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഈ പാക്കേജിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയത് നന്നായി എന്ന് തോന്നിക്കുന്നു. ഈ കാഞ്ഞിരപ്പുഴ ആ ഡാമിൻ്റെ വ്യൂ വളരെ ഭംഗിയായിരുന്നു ഗൈസ്. ഇവിടെ ആ പുഴയും കാഞ്ഞിരപ്പുഴയും പിന്നെ ആ കോടമഞ്ഞും പിന്നെ കാർമേഘങ്ങൾക്കിടയിലൂടെ വരുന്ന മലയും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. പാലക്കാടുള്ളവർക്ക് എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കാഞ്ഞിരപ്പുഴ ഡാം. ടിക്കറ്റ് ഉണ്ട് ഗൈസ് ഇവിടെ കയറാനായിട്ട്. ടിക്കറ്റിൻ്റെ പ്രൈസ് ഞാൻ എന്തായാലും ഇതിൽ മെൻഷൻ ചെയ്തേക്കും. ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ട്രിപ്പ് അവസാനിച്ച് ഇതാ റൂമിലെത്തിയിരിക്കുകയാണ്. വളരെ അടിപൊളി ട്രിപ്പായിരുന്നു ഗൈസ്, ഒന്നും പറയില്ല. സൈലൻറ്റ് വാലി ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട, വൺസ് ഇൻ എ ലൈഫ് ടൈമിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് സൈലൻറ്റ് വാലി. ഒന്നും പറയില്ല ഗൈസ്, അത്രയും വളരെ മനോഹരമായ സ്ഥലം. ഒരു ആനിമൽ സ്പോട്ടിങ്ങിനായിട്ടൊന്നും പോകരുത്, ഒന്നും കിട്ടത്തില്ല. പക്ഷേ ആ ഒരു ഫോറസ്റ്റ് നമ്മൾ ആസ്വദിക്കാനായിട്ട്, റെയിൻ ഫോറസ്റ്റ് ആസ്വദിക്കാനായിട്ട് നമ്മൾ പോകാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഗൈസ് സൈലൻറ്റ് വാലി പോയി കാഞ്ഞിരപ്പുഴ ഡാം കണ്ടു, ഒരുപാട് പേരെ പരിചയപ്പെട്ടു. നമ്മളൊന്നും അറിയണ്ട ഗൈസ്, 1250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഫുഡ്, അവിടുത്തെ ജീപ്പ് എല്ലാം. ജീപ്പിന് 650 രൂപയാണ് അവർ ചാർജ് ആക്കുന്നത്. പിന്നെ 400 രൂപ KSRTC ചിലവ്, പിന്നെ അഡീഷണൽ അങ്ങനെ എല്ലാം കൂടി ചേർത്താണ് 1250 വരുന്നത്. ഒരു രക്ഷയില്ല ഗൈസ്, ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ചു. ഇനി എന്തായാലും അടുത്ത ട്രിപ്പ് ഉറപ്പായിട്ടും എന്തായാലും ഞാൻ വരും. കാരണം അടുത്ത മൂന്നാറുണ്ട്, പിന്നെ വയനാടുണ്ട്. വയനാട് ട്രിപ്പ് എന്തായാലും എനിക്ക് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ് ഗൈസ്, KSRTCയിലൂടെ പോകണമെന്നുള്ളത്. അത്ര അധികം ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് ഒന്നും പറയാനില്ല. കാരണം നമുക്ക് നല്ലൊരു മഴ അല്ല കിട്ടിയത്, മഴ പെയ്തു, അത് തോർന്നു, ആ സമയത്താണ് നമ്മളവിടെ എത്തിയത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ പാലക്കാട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഇത്രയും ചൂട് കൊണ്ട് പഴുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പൊതുവെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, പാലക്കാട് ഒരു കഥ പറയാനുണ്ട്. വളരെയധികം മനോഹരമായ സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ്, ജില്ലയാണ് പാലക്കാട്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമാണ് എൻ്റെ വീഡിയോ ഞാൻ എൻഡ് ചെയ്യണം ഗൈസ്. ഈ റൂമിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ എൻഡ് ചെയ്യണം. ഇനി എനിക്ക് ഞാൻ A1 ട്രാവൽസിലെ സ്ലീപ്പർ ബസ്സാണ് എടുത്തിരിക്കുന്നത്. അത് രാത്രി 10:30-ക്കാണ്. അപ്പോൾ ഞാൻ റൂം വെക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നിന്ന്, പാലക്കാടിൽ നിന്ന് ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്, അവർ വരുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പം അടുത്തൊരു നല്ലൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഗൈസ്. ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വരുവാണ്. ഓരോ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇതേപോലെ നല്ല നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. ഗൈസ്, ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് നല്ല ഞാൻ ഇതൊന്നും കഴിക്കാറില്ല ഗൈസ്. മീൻസ് എനിക്കിതൊന്നും ചില സമയത്ത് ദഹിക്കില്ല, ഞാനത് കഴിക്കില്ല. നല്ല ചീര തോരനും പിന്നെ അവിയലും പിന്നെ നല്ല സാമ്പാറൊക്കെ ആയിരുന്നു ഗൈസ് കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ഫുഡ് ഞാൻ കഴിക്കുമെന്ന്. പക്ഷേ വിശന്നാൽ എന്തായാലും കഴിക്കില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഗൈസ് ഫുഡ്.
പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതേപോലെ ഈ KSRTCയുടെ ഈ ഒരു ഇന്നോവേഷൻ, ഈ ഒരു ഐഡിയ സത്യം പറഞ്ഞാൽ ഒരു മീഡിയം ലെവലിലോട്ട് ഇത് പ്രൊമോട്ട് ആവുന്നുള്ളൂ. കാരണം പലരും അറിയുന്നത് യാദൃച്ഛികമായി, അല്ലെങ്കിൽ പാലക്കാടുള്ളവരാണ് കൂടുതലും അറിയുന്നത്, അങ്ങനെയൊക്കെയാണ് അറിയുന്നത്. ഇവർ കൂടുതൽ പ്രൊമോട്ടിങ് ഐഡിയാസ് കൊണ്ടുവരുന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇവർക്ക് ഈ ബസ്സിലൊക്കെ ഈ സാധാ ഗോൾഡ് ജുവലറിയുടെയും സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ പരസ്യം ഒട്ടിക്കുന്നതിന് പകരം ഇതേപോലെ ഓരോ ജില്ലയിലുണ്ടായിരിക്കുന്ന ടൂറിസ്റ്റ് ഏതാണോ, ടൂറിസ്റ്റ് ഇതേപോലത്തെ അവർ കൊണ്ടുവരുന്ന ഐഡിയാസ് ഒരു പോസ്റ്റർ രൂപേണ എല്ലാ ദീർഘദൂര സർവീസുകളിലും ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം അവർക്കൊരു സ്പ്രെഡിങ് പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചുമ്മാ ഈ കുറേ പോസ്റ്റർ ചെയ്ത് വെച്ചേക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ KSRTCക്ക് ഉപയോഗപരമായ കാര്യങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഗൈസ്. എനിക്ക് തോന്നിയതാണ്, നിങ്ങൾക്ക് കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഒന്ന് പറയുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.